എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും അപ്പച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഓണം ആഘോഷിക്കാനായിട്ട്. ഓണം ആഘോഷിക്കാനല്ല, സദ്യ കഴിക്കാനായിട്ട്. പോണ വഴി അപ്പച്ചിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലത്തെ കുഴിയുണ്ടായിരുന്നേ. അവിടെ പോയപ്പോൾ എനിക്ക് ഒരു സാരി കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരു കൊതി. അങ്ങനെ അപ്പച്ചിയുടെ നിന്നൊരു സാരിയൊക്കെ മേടിച്ച് നാത്തൂനെ കൊണ്ട് തട്ടിക്കൂട്ടിയൊരു സാരിയൊക്കെ ഉടുപ്പിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അങ്ങനെ അപ്പച്ചി ഞങ്ങളെ കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കാനിരുന്നു. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് അപ്പച്ചീനെ കൊണ്ട് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഐറ്റംസ് അപ്പച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാരങ്ങയും ഇഞ്ചിയും പച്ചടി കിച്ചടി സാമ്പാർ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ചോറ് വന്നു, പപ്പടം വന്നു, പിന്നെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങളൊരു പിടിയൊക്കെ പിടിച്ചു. അവസാനം ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഫേവററ്റ് ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു പായസവും ബോളയും. അങ്ങനെ ഈ കഴിക്കുന്നതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം പുറത്തിരിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോൾ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് മഴ കുറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പായൊക്കെ പുറത്തെടുത്തിട്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങ് കിടന്നിട്ടുണ്ടായിരുന്നു. വയറൊക്കെ നിറഞ്ഞതല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണദിന ആശംസ.